ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ 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 നാരായണ. നാരായണാക്ഷരം പുണ്യം ജിഹ്വാഗ്രേ യസ്യ വർത്തത്തെ. നാരായണസ്തമന്വേതി വത്സം ഗൗരിവത്സലാം. നാരായണായെന്നു സദാ ജപിച്ചാൽ പാപം കെടും പശികെടും. വ്യസനങ്ങൾ തീരും നാവിനുണർച്ച വരുമേറ്റവും അന്ത്യകാലേ. ഗോവിന്ദപാദകമലങ്ങൾ തെളിഞ്ഞു കാണാം. ആനന്ദചിന്മയഹരേ ഗോപികാരമണ. ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക. തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നീണമീ വരദ. നാരായണായ നമ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ. ശ്രീമള്ളിയൂർ ഗുരുനാഥാശരണം. ഏതോ മോഹനമായ മഞ്ജുമുരളീഖണ്ഡത്തിൽ നിന്നൂർന്നതാം നാദബ്രഹ്മമരന്തധാരയിൽ ജഗത്താകെ കുളിർപ്പിച്ചുടൻ രാധാദേവി തുടങ്ങിയോരുപനിഷത് ഗോപീകദമ്പത്തൊടും കൈതപ്രത്തഴകോടമർന്നരുളുമാ ഗോപാലബാലൻ തുണ. ശ്രീവാസ്തേവരത്തപ്പാശ്രണം. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന. അന്യാശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നൈമിഷാരണ്യത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന സത്രമാണ്. കാരണം 18ാമത്തെ സത്രം. 18 വളരെ വിശേഷമാണല്ലോ നമുക്ക്. ഇപ്പോൾ സ്വാമിജി പറഞ്ഞു നിർത്തിയ ഭഗവത്ഗീത 18 അധ്യായങ്ങൾ. ആ യുദ്ധം നടന്നത് 18 ദിവസം. നമ്മുടെ ഭാരതത്തിലുള്ള പ്രധാനപ്പെട്ട പുരാണങ്ങൾ 18. ഇങ്ങനെ 18 ഒരുപാടുണ്ട്. ഈ 18ാമത്തെ തത്വസമീക്ഷ സത്രത്തിൽ എത്തിച്ചേരാൻ സാധിച്ച എല്ലാ സുഹൃത്തുക്കളെയും ഇവിടെ താമസിച്ച് പൂർണ്ണമായും സത്രത്തിൽ പങ്കെടുക്കുന്നവരെയൊക്കെ നമസ്കരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. വേദിഷത്ത് എന്ന രാജാവ് മക്കള് 10 പേര്, മിടുമിടുക്കന്മാര്, ധാരാളം സത്സംഗങ്ങൾ ലഭിച്ച സുഹൃത്തുക്കൾ, അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം നാരായണ സരസിൽ മുങ്ങി തപസ് ചെയ്ത തപസ്വികൾ, നേരിട്ട് മമ്മിയൂരപ്പൻ തന്നെ വന്ന് വളരെ വിശേഷപ്പെട്ട രുദ്രഗീതം ഉപദേശിച്ചു. രുദ്രഗീതം ജപിച്ചുകൊണ്ട് നാരായണ സരസിൽ അങ്ങനെ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക്
മുക്തി ഉറപ്പായി. മക്കൾക്ക് മുക്തി ഉറച്ചു, പക്ഷേ അച്ഛൻ ഇപ്പോഴും ഉറച്ചിട്ടില്ല. അതുകൊണ്ടാണ് നാരദർ വന്നത്. നാരായണ നാരായണ. നാരദരെത്തി. എന്താ വിശേഷങ്ങൾ? വിശേഷം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം വേദിഷത്ത് പ്രാചീന ബർഹിസായി. ഇതാണ് പറയാനുള്ള വിശേഷം. കിഴക്കോട്ട് ദർഭ വിരിച്ച് ഇനി ഭൂമിയിൽ സ്ഥലമൊന്നുമില്ല. അത്രമാത്രം യജ്ഞയാഗാദികൾ ചെയ്തൊരു കർമ്മഠനായിട്ട് മാറി. അങ്ങനെയുള്ള പ്രാചീന ബർഹിസ്, ശരിക്കും നമ്മൾ പ്രാചീന ബർഹിസാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും കൂടുതലും, വേദിഷത്ത് എന്നുള്ളതിനേക്കാളും. വേദിഷത്താണ് ശരിക്കും പേര്. വന്ന ഇരട്ടപ്പേരാണ് ഇത് പ്രാചീന ബർഹിസ്. അപ്പൊ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ എന്താണ് വഴി? ഇതാണ് നാരദര് ചിന്തിച്ചത്. നാരദോ അധ്യാത്മതത്വജ്ഞഃ കൃപാലു പ്രത്യബോധയത്. നാരദര് കൃപാലുവാണ്. അതുകൊണ്ട് നന്മ ചെയ്യാൻ എപ്പോഴും ഇങ്ങനെ സൂര്യനെ പോലെ സഞ്ചരിക്കുന്ന ആളാണ്. ത്വം പര്യടൻ അർക്കൈവ എന്ന് ഭാഗവതത്തിൽ തന്നെ കാണാം. അങ്ങനെ സഞ്ചരിക്കും. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ലോക നന്മ. അങ്ങനെ ലോക നന്മയ്ക്ക് വേണ്ടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നാരദര്, അധ്യാത്മ തത്വജ്ഞനായിട്ടുള്ള നാരദര് എത്തിച്ചേർന്നു. ശ്രേയസ്ത്വം കതമദ്രാജൻ കർമ്മണ ആത്മനൈഹസേ ദുഃഖഹാനി സുഖാവാപ്തി ശ്രേയ തന്നേഹ ചേഷ്യത്തെ. നാരദർ പറയാണ്, എന്താ അങ്ങയുടെ ഉദ്ദേശം? ഇങ്ങനെ ഈ യജ്ഞയാഗാദികൾ നടത്തിക്കൊണ്ട് അങ്ങോട്ട് പോയാൽ മതിയോ? മോക്ഷമൊന്നും ഉദ്ദേശിക്കുന്നില്ലേ? ഇനി അഥവാ മോക്ഷം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് വ്യർത്ഥമാണ്. ഏത്? ഈ യജ്ഞങ്ങൾ. നിരന്തരമായിട്ട് അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യജ്ഞങ്ങളെ കൊണ്ട് അങ്ങ് ഒരിക്കലും ആത്യന്തികമായിട്ടുള്ള ശ്രേയസ് പ്രതീക്ഷിക്കണ്ട. സാധ്യമല്ല. അപ്പോ ഇതിനു മുൻപും എത്രയോ തവണ നാരദർ വന്നിട്ട് നാരദരെ ഒന്ന് മൈൻഡ് ചെയ്യാൻ പോലും കൂട്ടാക്കിയില്ലത്രേ. ആര്? ഈ പ്രാചീന ബർഹിസ്. കാരണം അത്രമാത്രം ബിസിയായിരുന്നു. ഇപ്പോൾ അവസാന കാലമായി. ഇപ്പോൾ കുറേശ്ശെ ബോധ്യം വന്നിട്ടുണ്ട്, ഇതുകൊണ്ട് പോരാ എന്നുള്ളൊരു തരത്തിൽ. കുറച്ച് തത്വജിജ്ഞാസയൊക്കെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇത്തവണ നാരദർക്ക് കുറച്ച് നല്ല സ്വീകരണമൊക്കെ കിട്ടി. പഴയ പോലെയല്ല. തുറന്നു പറഞ്ഞു. എന്താ പറഞ്ഞത്? നജാനാമി മഹാഭാഗ പരം കർമാപവിദ്ദധി ബ്രൂഹി മേ വിമലം ജ്ഞാനം യേന മുച്യേയ കർമ്മഭി. ഞാൻ കർമാപവിദ്ധധിയാണ്. വെറും കാമ്യകർമ്മങ്ങളെ കൊണ്ട് ബുദ്ധി കെട്ടവനാണ്. എൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. ഇപ്പൊ സ്വാമിജി പറഞ്ഞില്ലേ ഗീത പറഞ്ഞപ്പോഴേ, ബുദ്ധിയാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷെ ബുദ്ധിയല്ല പ്രവർത്തിക്കുന്നത്, മനസ്സാ. അപ്പൊ ഈ കാമ്യകർമ്മങ്ങളെ കൊണ്ട് കെട്ടുപോയി. അതുകൊണ്ട് എനിക്ക് അറിയില്ല. ആ അറിവാണ് അങ്ങ് പകർന്നു തരേണ്ടത്. ബ്രൂഹിമേ വിമലം ജ്ഞാനം എന്നാണ് പറഞ്ഞത്. നിർമ്മലമായ ജ്ഞാനം പകർന്നു തരണേ. അതിലൂടെ കർമ്മനിർഹാരം അല്ലെങ്കിൽ മുക്തി, മോക്ഷം അത് ലഭ്യമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പെട്ടുപോയി. ഏതില്? ഗൃഹേഷു. പൊട്ടക്കിണർ എന്ന് നമ്മൾ പറയും അല്ലേ? ഭാഗവതത്തിലെ പല സ്ഥലത്തും പറയും. പൊട്ടക്കിണർ എന്നാണ് ഈ വീടിൻ്റെ പേര്.
ഭാര്യയും കുട്ടികളും അധികാരവും പണവും പ്രമോഷനും ഇങ്ങനെ പലതിലും പെട്ട് നട്ടം തിരിയുന്ന നമ്മളൊക്കെ ഈ പൊട്ടക്കിണറ്റിൽപ്പെട്ട പശുവാണ്. അപ്പൊ ഇവിടെയും ഗൃഹേഷു കൂട്ടധർമ്മേഷു പുത്രദാരധനാർത്ഥധീ ന പരം വിന്ദതേ മൂഢ ന പരം വിന്ദതേ മൂഢ. ഈ കറക്കുകയല്ലേ. അപ്പോൾ കറങ്ങിക്കണ്ടിരിക്കുന്നതിനിടയിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണ് എന്നുള്ള തെളിച്ചമില്ല. ഇപ്പോഴും ഇങ്ങനെ കറങ്ങുകയാണ്. ഏതില്? സംസാരവർത്മസു. സംസാരവർത്മസു ഭ്രാമ്യൻ. ആ കറക്കത്തിലാണ് നമ്മളൊക്കെ. അതുകൊണ്ട് അറിവില്ല. എന്തിൻ്റെ കുറവാണ് നമുക്കിപ്പോ? പഴയ പോലെ ദാരിദ്ര്യമൊന്നുമില്ല, കഷ്ടപ്പാടുകൾ കുറവാ. ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിൽ സമ്പത്തുണ്ട്, ഉത്സവമുണ്ട്, വെടിക്കെട്ടുണ്ട്, ആന എഴുന്നള്ളത്തുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഈ സനാതനധർമ്മ വിശ്വാസികൾക്ക്, ഹിന്ദുക്കൾക്ക് ഏതിൻ്റെ കുറവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവില്ല. അങ്ങനെ അറിവ് പകർന്നു കൊടുക്കാനുള്ള ശ്രമമാണ് ഇപ്പം 18ാമത്തെ സത്രത്തിലെത്തിയിട്ടുള്ളത്. അപ്പോൾ അറിവുണ്ടാകണം എന്നുള്ള ഒരു ബോധമെങ്കിലും ഉണ്ടായി. അത് വലിയ മാറ്റമാണ്. ഇത്രയും പേർക്ക് ഇവിടെ വന്ന് ഇരിക്കണം തോന്നിയില്ലേ? വെറുതെ ഇവിടെ വന്നിരുന്നാലും ഒന്നും കേൾക്കുന്ന ഒന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ആ ഒരു ശ്രവണ സംസ്കാരം ഉണ്ടാവും. ആ ഇരിക്കണം എന്ന് തോന്നുന്നത് വലിയൊരു മാറ്റമാണ്, ഒരു പോസിറ്റീവ് ചേഞ്ചാണ്. പ്രാചീന ബർഹിസിന് ഇപ്പോഴാണ് അത് ഉണ്ടായത്. അപ്പോൾ നാരദർ പറഞ്ഞു, ഭോഭോ പ്രജാപതേ രാജൻ പശൂൻ പശ്യത്വയാധ്വര. അങ്ങ് ചെയ്ത ആയിരക്കണക്കിന് 10,000-കണക്കിന് യാഗങ്ങളിൽ അങ്ങയാൽ ഹിംസിക്കപ്പെട്ട, നിഗ്രഹിക്കപ്പെട്ട മൃഗങ്ങള് കാത്തിരിക്കുന്നുണ്ട്. എല്ലാവരും ഇവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടല്ലേ പോകുന്നത്. അതെങ്ങനെ പോവുക? യജ്ഞയാഗാദികൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നരകത്തിൽ പോകേണ്ടി വരുമോ? എന്താ സംശയം? യജ്ഞയാഗാദികളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ തൽക്കാലത്തേക്ക് ചിലപ്പോൾ ഒരു സ്വർഗത്തിലേക്കൊക്കെ പോയി എന്ന് വരാം. പക്ഷേ ആ പുണ്യത്തിന്റെ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ഇവിടെ തന്നെ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ഇവിടെ തന്നെ വന്ന് വീഴണ്ടേ? അപ്പൊ തിരിച്ച് ചെല്ലുന്ന സമയത്ത് അവിടെ കാത്തിരിപ്പുണ്ട്. ആര്? സംജ്ഞാപിതാൻ ജീവസംഘാൻ നിർഘൃണേന സഹസ്രശ. ആയിരക്കണക്കിന് ജീവികള്, മൃഗങ്ങള്, ഈ യാഗത്തിൽ കൊന്നൊടുക്കിയവര്, അവര് ആയുധത്തിന് മൂർച്ച കൂട്ടി കാത്തിരിക്കുന്നുണ്ട്. അങ്ങ് തിരിച്ച് ചെല്ലേണ്ട താമസം. ഏതേ ത്വാം സംപ്രതീക്ഷന്തേ. അങ്ങേ കാത്തിരിക്കുകയാണ് അവിടെ. അങ്ങ് ചെയ്തു കൂട്ടിയ ക്രൂരത ഓർമ്മിച്ചുകൊണ്ട് സ്മരന്തോ വൈശസം തവ. അവരുടെ കയ്യിലാണെങ്കിലോ അതിഘോരങ്ങളായിട്ടുള്ള ആയുധങ്ങളാണ്. സംപരേതം അയക്കൂടൈ ചിന്തന്തി. അങ്ങയെ കീറിപ്പിളർത്തും. അത്ര ഗംഭീര ആയുധങ്ങളായിട്ട് അവിടെ കാത്തിരിക്കുക. കെങ്കേമാണെന്ന് പറഞ്ഞിട്ട് യാഗങ്ങളൊക്കെ നടത്തിയതല്ല ഇത്രയും കാലം. പക്ഷെ കാത്തിരിക്കുന്നത് ഇതുപോലുള്ള നരകയാതനകളാണ്. അതിനു വേണ്ടിയിട്ടാണോ ഇത്രയും കാലം കഴിച്ചു കൂട്ടിയത്? ഈ കർമ്മങ്ങളുടെ പിറകെ ഓടിയിട്ട് എന്ത് കിട്ടി? അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോളൂ, ഞാനൊരു കഥ പറഞ്ഞു തരാം. അത്രത്തെ കഥയിഷ്യേമും ഇതിഹാസം പുരാതനം പുരഞ്ജനസ്യ ചരിതം നിബോധാഗതോ മമ. ഞാനൊരു കഥ പറഞ്ഞു തരാൻ കേട്ടോളൂ. പുരഞ്ജനന്റെ കഥ. ആസീത് പുരഞ്ജനോ നാമ രാജാരാജൻ ബൃഹശ്രവാ തസ്യ അവിജ്ഞാതനാമാസീത് സഖാ അവിജ്ഞാതചേഷ്ടിതഃ.
ശ്രദ്ധിച്ചു കേൾക്കണം കഥ. ആരുടെ കഥയാണ്? പുരഞ്ജനന്റെ കഥയാണ്. രസികനായ നാരദൻ ഒരു നാടോടി കഥ പറഞ്ഞു കൊടുക്കുക. പുരഞ്ജനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അവിജ്ഞാതൻ എന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു ബ്രാഹ്മണൻ. അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ പ്രാണപ്രിയനായിട്ടുള്ളൊരു സുഹൃത്ത്. അതിനിടയിൽ എപ്പോഴോ ഭൗമസുഖഭോഗങ്ങളിലൊക്കെ താല്പര്യം തോന്നി പുരഞ്ജനൻ. മരാമത്ത് പണിയിലൊക്കെ വലിയ താല്പര്യമുള്ള ആള്. പുതിയ 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 കെട്ടിടങ്ങൾ, താമസിക്കാനുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. അങ്ങനെ താമസ സ്ഥലം അന്വേഷിച്ച് അദ്ദേഹം പല രൂപത്തിലുള്ള ഭവനങ്ങളും കണ്ടു. ഇഷ്ടമില്ല. ഇത് പോരാ, അനുരൂപം യഥാവിന്തത്. ഒരു വൈമനസ്യം. ഇനി തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കെട്ടിടം, ഒരു സ്ഥലം, ഒരു നഗരം കണ്ടെത്താൻ സാധിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രയാസമായി. അന്വേഷിച്ച് ചെന്നു. അപ്പോഴാണ് തയേഗതാ ഹിമവതോ ദക്ഷിണേഷു, ഹിമാലയത്തിൻ്റെ തെക്കേ താഴ്വരയിൽ ഒരു അതിസുന്ദരമായിട്ടുള്ളൊരു സ്ഥലം, മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കണ്ടു. അവിടെ ഒരു മനോഹരമായ കൊട്ടാരം, നവമുഖി എന്നാണ് കൊട്ടാരത്തിൻ്റെ പേര്. അതിസുന്ദരമായിട്ടുള്ള കൊട്ടാരം. നീലസ്ഫടിക വൈഡൂര്യ മുക്താമരതകാരുണൈ സ്വർണരൗപ്യ ആയസൈ ശൃംഗേ സങ്കുലാം സർവതോ ഗൃഹൈ. എവിടെയും രത്നവും സ്വർണ്ണമൊക്കെ ആയിട്ടുള്ള നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കൊട്ടാരം. 2 വാതിലങ്ങൾ തുറന്നിട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ അങ്ങോട്ട് കാണാം. 2 വാതിലങ്ങൾ തുറന്നിട്ട് കഴിഞ്ഞാൽ എല്ലാ സംഗീതവും സകലവും അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കാം. നല്ല കാറ്റ്, ഒന്നിനൊരു കുറവില്ല. തൊട്ടടുത്തായിട്ടൊരു നല്ല അതിസുന്ദരമായിട്ടുള്ളൊരു ഉദ്യാനം കണ്ടു. പുര്യാസ്തു ബാഹ്യോപവനെ ദിവ്യദ്രുമലതാകുലേ എന്ന് പറഞ്ഞു. നല്ല ധാരാളം മരങ്ങളൊക്കെ ഇങ്ങനെ പൂത്ത് കാഴ്ചയൊക്കെ നിൽക്കുന്ന ധാരാളം വള്ളികളും വണ്ടുകളിങ്ങനെ മൂളി പറക്കുന്നുണ്ട്. ആർക്കും ആ ഒരു ശൃംഗാരരസം തോന്നിക്കുന്ന രീതിയിലുള്ള ആലംബന ഉദ്ദീപന വിഭാവങ്ങളൊക്കെ ഉണ്ട്. കണ്ടപ്പോൾ തന്നെ ഇതുവരെയും ഒരു സ്ഥലവും ഇഷ്ടപ്പെടാത്ത പുരഞ്ജനന് ഇതിഷ്ടപ്പെട്ടു. നല്ല സ്ഥലം, കൊള്ളാം. അകത്തേക്ക് നോക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പല 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 നിലകൾ, എല്ലായിടത്തും എല്ലാ സൗകര്യമുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫാഷനിൽ റൂഫ് ടോപ്പ് ഗാർഡൻ. പിന്നെ അഴുക്ക് ചാലുകൾ, അതിൻ്റെ സൗകര്യങ്ങളെല്ലാം കണ്ട് ഡ്രൈനേജൊക്കെ പക്ക. ഇഷ്ടമായി എന്ന് മാത്രമല്ല, നോക്കുമ്പോഴേക്കും ഒരു സുന്ദരി പ്രമദോത്തമാം ആ ഉദ്യാനത്തിലൂടെ ഇങ്ങനെ നടന്നു വരിക. ചുറ്റും 10 പരിചാരകന്മാരൊക്കെ ഉണ്ട്. 5 തലയുള്ള ഒരു സർപ്പത്തെ കണ്ടു. പഞ്ചശീർഷാഹിന ഗുപ്താം, അവളാണ് ബോഡി ഗാർഡ്. ആ പഞ്ചശിരസ്സുള്ള സർപ്പമാണ് ബോഡി ഗാർഡായിട്ട്. കൂടെ തന്നെ ആ ഭവനത്തെ മുഴുവൻ രക്ഷിക്കുന്ന ആ സർപ്പത്തെ കണ്ടു. അതിസുന്ദരിയായിട്ടുള്ള സുനാസാം സുതതീം ബാലാം സുഖപോലാം ആടിക്കുഴഞ്ഞു വരികയാണ്. ഇദ്ദേഹത്തെ ഒന്ന് നോക്കി. ഇദ്ദേഹത്തിന് അപ്പോൾ തന്നെ വളരെ പ്രിയപ്പെട്ടു തോന്നി. അടുത്തു ചെന്നു ചോദിച്ചു, നീ ആരാ? കത്വം കഞ്ചപലാശാക്ഷി. സുന്ദരി, നീ ആരാ? എൻ്റെ മനസ്സിനെ വല്ലാതെ മഥിക്കുന്ന സുന്ദരി, ഒന്ന് നിന്നെ പരിചയപ്പെടുത്തൂ. ഈ
നഗരം നിൻ്റെതാണോ? ഈ കൊട്ടാരം ആരുടേതാണ്? ഈ കൊട്ടാരത്തിൻ്റെ അടുത്ത് എന്തു ചെയ്യാനാണ് നീ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്? കുറേ ചോദ്യങ്ങൾ. ത്വം ഹ്രീർ ഭവാന്യസ്യധവാഗ്രമാപതിം, നീ മഹാലക്ഷ്മിയാണോ? ശ്രീപാർവതിയാണോ? നാണം തന്നെ, ലജ്ജ തന്നെ രൂപമെടുത്ത് വന്നവളാണോ? അല്ല ബ്രഹ്മാവിൻ്റെ സരസ്വതിയാണോ? അല്ല ഏതെങ്കിലും മായാദേവിയാണോ? നിന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു, നീ നിന്നെ ഒന്ന് പരിചയപ്പെടുത്തൂ, നിന്റെ വർത്തമാനം ഞാൻ കേൾക്കട്ടെ. സുന്ദരിയെ ഇഷ്ടായി. അപ്പോൾ സുന്ദരി പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെയുള്ളവളാണ്. എനിക്ക് പ്രത്യേകിച്ച് ഗോത്രം അല്ലെങ്കിൽ ഇന്നാളുടെ മകള് ഒന്നുമില്ല. എനിക്കറിയില്ല. എനിക്ക് എങ്ങനെ പരിചയപ്പെടുത്തണമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതെല്ലാം ഈ കാണുന്നതൊക്കെ എൻ്റെതാണ്, എൻ്റെ സാമ്രാജ്യമാണ്. അങ്ങ് ഈ ഭോഗലാലസ്യം, ഇതൊക്കെ സുഖഭോഗങ്ങളൊക്കെ ആസ്വദിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്, അല്ലേ? അതെ. എന്നാൽ എൻ്റെ കൂടെ താമസിക്കാം. ഞാൻ തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഉടമസ്ഥ. എത്ര കാലം വേണമെങ്കിലും അങ്ങയ്ക്ക് ഇവിടെ സുഖമായിട്ട് കഴിയാം. അതിസുന്ദരനായിട്ടുള്ള അങ്ങയെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇമാം ത്വം അധിതിഷ്ഠസ്വപുരീം നവമുഖീം വിഭോ മയോപനീതാൻ ഗൃഹാന കാമഭോഗാൻ ശതം സമാഹ. ഒരു 100 വർഷം ഇവിടെ ഈ കെട്ടിടത്തിൽ അങ്ങയ്ക്ക് കഴിയാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞാൻ അങ്ങയെ വിവാഹം ചെയ്യാൻ തയ്യാറാണ്. ഉദ്വഹിഷ്യാമി താം സ്തേഹം. ഇത്രയും സൗന്ദര്യമുള്ള, അതും എന്നെ പ്രിയപ്പെട്ടുകൊണ്ട് വന്ന അങ്ങയെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? കാനാമവീര വിഖ്യാതം വദാന്യം പ്രിയദർശനം ന വൃണീത പ്രിയം പ്രാപ്തം. അങ്ങയെ പോലുള്ളൊരു യോഗ്യനായിട്ടുള്ള ആളെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? അതുകൊണ്ട് വരൂ എന്ന് പറഞ്ഞ് അവരങ്ങനെ ആലിംഗനബദ്ധരായി ആ നവമുഖി എന്ന കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. അവരങ്ങനെ സുഖമായിട്ട് അവിടെ അങ്ങോട്ട് കഴിയുക. സമയം പോകുന്നത് അറിയുന്നില്ല. തീർത്തും അവളുടെ ആ നിയന്ത്രണത്തിൽ മുമുദാതേ ശതം സമാഹ, ആനന്ദത്തോടു കൂടിയിട്ടുള്ള 100 വർഷം. അപ്പോൾ അതിൻ്റെ ഓരോരോ ദ്വാരങ്ങൾ, നവമുഖിയുടെ ദ്വാരങ്ങൾ, അവിടെ ആരൊക്കെയാണ്, എവിടേക്കുള്ള പ്രവേശനമാണ് എന്നൊക്കെ അവിടെ പറഞ്ഞു. പിന്നീട് പറഞ്ഞു, ഏവം കർമ്മസു സംസക്ത കാമാത്മാ വഞ്ചിതോ അബുധ. ആ പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ആ സുന്ദരിയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് അവളുടെ നിയന്ത്രണത്തിൽ ഒന്നുമറിയാതെ വെറും ആഗ്രഹം മാത്രം, മറ്റൊന്നുമില്ല, ആഗ്രഹം മാത്രം, കാമത്തോടുകൂടി സകല കർമ്മങ്ങളിലും സംസക്തനായിട്ട്, ഇതൊക്കെ നമുക്ക് ചേരുന്നുണ്ടോ നമ്മൾ തന്നെ ഒന്ന് ഓർത്തോർത്ത് നോക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോൾ. കർമ്മസു സംസക്ത കാമാത്മാ വഞ്ചിതോ അബുധ. തീർത്തും അവളാൽ വഞ്ചിതനായിട്ട് അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചുകൊണ്ട് അവളെ തന്നെ അനുസരിച്ചു, അനുകരിച്ചു. അവൾ കുടിക്കുമ്പോൾ കുടിക്കും, അവൾ കളിക്കുമ്പോൾ കളിക്കും, അവൾ കഴിക്കുമ്പോൾ കഴിക്കും, അവൾ പാടുമ്പോൾ പാടും, അവൾ കരയുമ്പോൾ കരയും. ക്വചിത് ഗായതി ഗായത്യാം രുദത്യാം രുദതി ക്വചിത് ക്വചിത് ഹസന്ത്യം ഹസതി. അവൾ ചിരിക്കുമ്പോൾ ചിരിക്കും. എന്തിനാ ചിരിക്കുന്ന അറിഞ്ഞുകൂടാ. അവൾ ചിരിച്ചു, ഞാനും ചിരിക്കുന്നു, അല്ലേ? നമ്മൾ പറയാറില്ല ഉപനിഷത്തിൽ, അന്ധേനൈവ നീയമാനായ യഥാന്ത. ഒരു കണ്ണുപൊട്ടൻ്റെ പിറകെ ബാക്കി കണ്ണുപൊട്ടന്മാരെന്ന് പറഞ്ഞില്ല, അതുപോലെ എന്തിനാ അതൊന്നും അറിഞ്ഞുകൂടാ. അവൾ ചിരിക്കുന്നു. അനുശേതേ ശയാനായാം അന്വാസ്തേ ക്വചിദാസ്വതീം. ഇങ്ങനെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വിപ്രലബ്ധോ മഹിഷൈവം സർവപ്രകൃതി വഞ്ചിത. തീർത്തും വഞ്ചിതനായിട്ട്, അവളാൽ ആകർഷിക്കപ്പെട്ടവനായിട്ട്, അവളുടെ ഒരു കളിക്കുരങ്ങനെ പോലെ. ക്രീഡാമൃഗോ യഥാ. അടിക്കളിക്കടാ കുഞ്ഞിരാമ എന്നൊക്കെ പറഞ്ഞിട്ട് കുരങ്ങന്മാരെ കളിപ്പിക്കുന്നില്ലേ, അതുപോലെ കളിക്കുരങ്ങനായിട്ട് മാറി. എന്നാൽ അദ്ദേഹം അതിൽ വളരെ ഹാപ്പിയാണ്. അതിനിടയിൽ താൻ
പ്രാണനേക്കാൾ സ്നേഹിച്ചിരുന്ന ആ അവിജ്ഞാതൻ എന്ന സുഹൃത്തിനെ ഓർത്തതേയില്ല, മറന്നേ പോയി ആ സുഹൃത്തിനെ. അതിനിടയിൽ ഒരു നായാട്ട് ഈ രാജാക്കന്മാർക്ക് പൊതുവെ നായാട്ടിനോട് വലിയ താല്പര്യമായിരിക്കും. അപ്പോൾ ഒരു ദിവസം നായാട്ടിന് പോകുന്ന രംഗം, സയേകഥാ മഹേശ്വാസോ രഥം പഞ്ചാശ്വമാശുകം, 5 കുതിരകളുള്ള രഥത്തിൽ ഗംഭീരമായിട്ട് ഒരു നായാട്ട്. പഞ്ചപ്രസ്ഥം എന്നുള്ള കാട്ടിലേക്കാണ് പോയത്. ആ പഞ്ചപ്രസ്ഥം എന്ന വനത്തിൽ പോയി ശരിക്കും അധർമ്മത്തോടു കൂടിയിട്ടുള്ള നായാട്ടാണ് ചെയ്തത്, ധാർമ്മികമായിട്ടുള്ള നായാട്ടല്ല. ഇങ്ങനെയൊക്കെ ചെയ്യാവൂന്നൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പാലിക്കാതെ എന്നവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അന്യഥാ കർമ്മ കുർവാണോ മാനാരൂഢോ നിബധ്യത്തെ ഗുണപ്രവാഹ പതിതോ നഷ്ടപ്രജ്ഞോ വ്രജത്യഥ. ശരിക്കും കർമ്മലോപം ധർമ്മലോപം ഒക്കെയാണ് ചെയ്തത്. എന്നിട്ടും നിഷ്കരുണം എത്രയോ പ്രാണികളെ നിഗ്രഹിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നിർത്തിയത് എപ്പോഴാണെന്ന് വെച്ചാൽ തളർന്നു, വിശപ്പും ദാഹവും കൊണ്ട് തളർന്നപ്പോൾ നായാട്ട് നിർത്തിയിട്ട് തിരിച്ചു വന്ന് കുളിച്ച് നല്ല സുഗന്ധ ലേപനങ്ങളൊക്കെ ശരീരത്തിൽ മുഴുവൻ വാരി പൂശി തൻ്റെ പ്രിയപ്പെട്ടവളെ അന്വേഷിച്ചപ്പോൾ കാണാനില്ല. അയ്യോ പുരഞ്ജനി, നീ എവിടെ പോയി? പുരഞ്ജനിയെ കാണാനില്ല. എവിടെയാണ്? അപ്പോൾ പരിചാരികമാർ പറഞ്ഞു ക്രോധാകാരത്തിലാണെന്ന്. ക്രോധാലയത്തിലോ? അതെ, കൊട്ടാരത്തിലൊക്കെ പണ്ട് ക്രോധാലയം അല്ലെങ്കിൽ ക്രോധാകാരം എന്ന് പറഞ്ഞിട്ടൊരു മുറി ഉണ്ടാവും അത്രേ. എന്തിനത്? ദേഷ്യം വന്നാൽ പോയിരിക്കാൻ. ദേഷ്യം വന്നാൽ പോയി ഇരിക്കാൻ വേണ്ടിയിട്ടൊരു മുറിയുണ്ട്. നിങ്ങൾ കന്യാകുമാരി പോകുമ്പോൾ പത്മനാഭപുരത്ത് പോയിട്ടുണ്ടോ? കൊട്ടാരം. ആ പത്മനാഭപുരം കൊട്ടാരത്തിൽ അവർ ഗൈഡുമാരെ കാണിച്ചു തരും. തമ്പുരാട്ടിമാർക്ക് ദേഷ്യം വന്നാൽ ഇരിക്കാനുള്ള ക്രോധാലയം. പണ്ട് അങ്ങനെയൊക്കെ രീതിയുണ്ട്. ദേഷ്യം വന്നാൽ, ഇന്നിപ്പോൾ നടപ്പില്ല, കാരണം ഇന്നിപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാ മുറിയും ക്രോധാലയ അല്ലേ. പൂജാമുറി അടക്കം ക്രോധാലയം എന്ന് പേരുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പം നടപ്പില്ല. പണ്ട് അങ്ങനെയുണ്ട്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ പോയി ഇരിക്കാൻ ഒരു മുറി. അപ്പോൾ ഈ പുരഞ്ജനി ക്രോധാലയത്തിലാണെന്ന് കേട്ടപ്പോൾ പ്രയാസമായി. അതെന്തു പറ്റി? എന്തോ നായാട്ടിന് പോകുമ്പോഴേ അവളെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് പ്രയാസത്തിൽ വീണ് കിടന്ന് കരയാണ്. നിലത്താണ് കിടന്ന് കരയുന്നത്. ചോദിച്ചു എവിടെയാണ് അവള്, നമുക്ക് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഭൂതലേ നിരവസ്ഥാരേ ശയാനാം പശ്യ ശത്രുഹൻ. ഭൂതലേ നിലത്ത് വീണ് കിടന്ന് കരയാണ്, ഭയങ്കര പ്രയാസറ്റ. ചെന്നു ക്രോധാലയത്തിൽ ചെന്നപ്പോൾ ശരിയാ, താഴെ വീണ് കിടക്കുക. പിന്നെ അടുത്ത് ചെന്നു, ആദ്യം തന്നെ ആ 2 കാലും തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ച് കാലൊക്കെ ഒന്ന് തടവിക്കൊടുത്തു. മുത്തേ, പാലേ, മോരെ, തൈരെ എന്നൊക്കെ വിളിച്ചു. പലതും വിളിച്ചു നോക്കി. പല അനുനയനം ഒക്കെ ചെയ്തു. സാന്ത്വയൻ ശ്ലക്ഷ്ണയാ വാച ഹൃദയേന വിദൂയത പ്രയസ്യ സ്നേഹസംരംഭലിംഗമാത്മനി നഭ്യഗാത. പല പ്രയത്നം ചെയ്തു. ഇനി നിന്നെ കൂടാതെ ഞാൻ ഒരിടത്തും പോവില്ല, ഇതെന്തോ അബദ്ധം പറ്റിപ്പോയതാ എന്നൊക്കെ പറഞ്ഞ് അവസാനം ജയിച്ചു. പുരഞ്ജനിയുടെ ദേഷ്യമൊക്കെ മാറ്റി കൂടുതൽ പ്രണയബദ്ധരായി. അങ്ങനെ കൂടുതൽ ആലിംഗന സുഖത്തിൽ അവൾ ഒഴിച്ചു കൊടുക്കുന്ന മദ്യം കുടിച്ച് മതോന്മത്തനായിട്ട് കെട്ടിപ്പിടിച്ചങ്ങനെ കാലം എത്രയോ കഴിഞ്ഞു. എത്രയോ സന്തതി പരമ്പരകൾ തന്നെ ഉണ്ടായി. ആ പാഞ്ചാല നഗരം മുഴുവൻ പുരഞ്ജനൻ്റെയും പുരഞ്ജനിയുടെയും സന്തതികളെ കൊണ്ട് നിറഞ്ഞു. തയോപഗൂഢ പരിരബ്ധ കന്ധരോ രഹോനുമന്ത്രേരപകൃഷ്ട ചേതന. മനസ്സ് മുഴുവൻ അവൾ അപഹരിച്ചു പോയി. അതുകൊണ്ട് ഈ ഒരു പൊട്ടക്കിണറ്റിനകത്തല്ലാതെ പുറമെ ഒരു ലോകത്തെക്കുറിച്ചും ചിന്തിക്കാനേ സാധിച്ചില്ല. ഇങ്ങനെ അറിഞ്ഞില്ല എന്ത്, കാലം എത്രയോ കടന്നുപോയി. ഇന്ന കാലരം ഹോ ബുബുധേ ദുരത്യയം ദിവാനിഷേധി പ്രമദാ പരിഗ്രഹ. ആ പ്രമദയാൽ പരിഗ്രഹനായതുകൊണ്ട്, അലിംഗനത്തിൽ അങ്ങനെ ലയിച്ചതുകൊണ്ട് പകലും രാത്രിയും കടന്നുപോയതറിഞ്ഞില്ല. ശയാന ഉന്നദ്ധമതോ മഹാമന മഹാർഹതൽപേ മഹിഷീഭുജോപഥേ.
സുഖമായിട്ടങ്ങനെ എത്രയോ എത്രയോ കാലം. തസ്യാം അജനേത് പുത്രാൻ പുരഞ്ജന്യാം പുരഞ്ജന ശതാന്യേകാദശ, എത്രയോ അങ്ങനെ പുത്രപൗത്രാദികൾ കൊണ്ട് പഞ്ചാലേഷു സമേധിത, പഞ്ചാല രാജ്യം മുഴുവൻ നിറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ആ സമയം വന്നു ചേർന്നു. അവിടെ പറയുന്നത് ആസസാദ സവൈകാലോ യോ പ്രിയ പ്രിയയോഷിതാം. ഭാര്യയെ അത്രമാത്രം സ്നേഹിച്ച് ആ ദാമ്പത്യ സുഖത്തിലെങ്ങനെ ലയിച്ചിരിക്കുന്നവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത സമയം വന്നു. ആ സമയം വന്നു. കൊട്ടാരത്തെ ആക്രമിക്കാനായിട്ട് ചണ്ഡവേഗൻ എന്ന ഒരു ഗന്ധർവ രാജാവ്. ചണ്ഡവേഗൻ വന്നു. സേനാധിപതികളോട് കൂടിയിട്ടാണ് വന്നത്. ഒരുപാട് ഗന്ധർവൻ, 360 ഗന്ധർവന്മാര്, 360 അവരുടെ ഗന്ധർവ പ്രിയമാര്. ഗന്ധർവ്യാഹ ഗന്ധർവാഹ 2 പേരുണ്ട്. എത്ര പേര്? 360 പേര്. അവരെല്ലാവരും കൂടി ചണ്ഡവേഗ അനുചരന്മാരെ മുഴുവൻ ആ കൊട്ടാരത്തെ മുഴുവൻ ആക്രമിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ 5 തലയുള്ള ആ സർപ്പം കൊട്ടാരത്തെ രക്ഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ എത്ര കാലം ഒരുപാട് ശ്രമിച്ചു. പക്ഷെ മെല്ലെ 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 തളരാൻ തുടങ്ങി ആ സർപ്പം. അതിനിടയിൽ വയസ്സാം കാലത്ത് 2ാം കല്യാണം. ആർക്ക്? പുരഞ്ജനന്. പുരഞ്ജനന് 2ാം കല്യാണം. അതും കാലശ്ച ദുഹിതാ കാചി ത്രിലോകിം വരമിച്ഛതി. കാലൻ്റെ പുത്രിയാണ്. അതുകൊണ്ട് കാലകന്യക നമുക്ക് പേരിടായിപ്പോൾ. അങ്ങനെ കാലകന്യകയാണ് വന്നത്. 3 ലോകത്തിലും അന്വേഷിച്ചിട്ടും അവളെ ഒരൊറ്റയാൾക്കും ഇഷ്ടാവുന്നില്ല. ആകപ്പാടെ സ്വീകരിച്ചത് ലോകത്തിൽ ഒരൊറ്റ ആളേ ഉള്ളൂ. മനസ്സോട് കൂടിയിട്ട് സ്വീകരിച്ചത് ആര് മാത്രം? യയാതിയുടെ മകൻ ഇല്ലേ? ആ കഥ അറിയില്ലേ നിങ്ങൾക്ക്? യയാതിയുടെ പുത്രൻ പൂരുവാണ് വാർദ്ധക്യത്തെ മനസ്സുകൊണ്ട് സ്വീകരിച്ചത്. എന്തിനു വേണ്ടി? അച്ഛന് യൗവനം കൊടുക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ യൗവനം ചോദിച്ചപ്പോൾ യൗവനം അച്ഛന് കൊടുത്തിട്ട് വാർദ്ധക്യം വാങ്ങി. അങ്ങനെ വാർദ്ധക്യത്തെ മനസ്സോടുകൂടി വാങ്ങിയിട്ട് ലോകത്തിൽ ഒരാളേ ഉള്ളൂ. അല്ലേ? നമ്മളൊന്നും ഇഷ്ടപ്പെടാത്ത ആളാണ് ആര്? വാർദ്ധക്യം, അല്ലേ? വൃദ്ധാവസ്ഥ, ജരാനര ബാധിക്കുക, അല്ലെങ്കിൽ വാർദ്ധക്യം വരിക എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ആദ്യമൊക്കെ ഗോദ്രേജ് പെയിൻ്റൊക്കെ അടിച്ച് നോക്കും, അല്ലേ? ഗോദ്രേജ് പെയിൻ്റൊക്കെ അടിച്ച് നോക്കും. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് പിന്നെ രണ്ടും കെട്ട അവസ്ഥയാവും. പിന്നെ പെയിൻ്റ് അടി നിർത്തും. പക്ഷെ എന്നാലും ആർക്കും ഇഷ്ടമല്ല. അതാണ് ഇവിടെ പറഞ്ഞത്. പര്യടന്തിന്ന ബർഹിഷ്മൻ പ്രത്യനന്ദത കശ്ചന. ആരും അവളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ദൗർഭാഗ്യേന ആത്മനോ ലോകേ. അതുകൊണ്ട് അവൾക്ക് എന്ത് പേര്? ദുർഭഗ എന്ന് പേര്. ഇപ്പോൾ കാലകന്യകയുടെ മറ്റൊരു പേര് ദുർഭഗ. ദുർഭഗേതി സാം യാ തുഷ്ട രാജർഷയേ ദുർദാദാത് പുരവേവരം. ആകെ പുരു മാത്രം സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് പുരുവിന് എന്ത് ചെയ്തു? പുരുവിനെ സകല സാമ്രാജ്യവും കൊടുത്തു, അല്ലേ? ഇളയ മകനായിരുന്നില്ലേ പൂരു? പൂരു ഇളയ മകനായിരുന്നിട്ടും മൂത്ത മകന് കിട്ടേണ്ട സകലതും ആർക്ക് കിട്ടി? പുരുവിന് കിട്ടി. ആ വംശം തന്നെ പിന്നെ പുരു വംശമായി. എന്തായാലും ഇവിടെ അങ്ങനെ ലോകം മുഴുവൻ അന്വേഷിച്ചിട്ട് അവസാനം എവിടെ എത്തി? പുരഞ്ജനൻ്റെ അടുത്തെത്തി. മുമ്പിലൂടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് സമ്മതിക്കില്ല. അതുകൊണ്ട് പിറകിലൂടെ ചെന്ന് മാലയിട്ടു. അങ്ങനെ പുരഞ്ജനൻ്റെ 2ാം ഭാര്യയായി ആര്? ദുർഭഗ, കാലകന്യ. അപ്പോൾ കാലകന്യ വന്നപ്പോൾ കാലകന്യകയുടെ ആധിപത്യത്തിലായി സാമ്രാജ്യം മുഴുവൻ. കൊട്ടാരം നവമുഖി എന്നുള്ള കൊട്ടാരം ഇപ്പോൾ ആരുടെ കീഴില്? കാലകന്യയുടെ കീഴിലാണ്. 2 അളിയന്മാരുണ്ട്, ഭയൻ പ്രജ്വാരൻ. 2 പേരുമുണ്ട്. അവരാണ് ഭരിക്കുന്നത്. അപ്പോൾ ആര് പുറത്ത്? പുരഞ്ജനി. തൻ്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസിയായിട്ടുള്ള പുരഞ്ജനി ഇപ്പോൾ പുറത്ത് മൂലയിൽ ശ്രദ്ധിക്കപ്പെടാതെ. ഇപ്പോൾ ഒക്കെ കാലകന്യോദിതവചോ നിശമ്യയവനേശ്വര. കാലകന്യാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിർണയിക്കുന്നത്. അങ്ങനെ ആ കാലകന്യയുടെ നിയന്ത്രണത്തിൽ അതിനിടയിലെ ചണ്ഡവേഗൻ്റെ ആക്രമണം.
പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് ചണ്ഡവേഗന്റെ ആക്രമണം വന്നു. കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് തയേകതാതുരഭസാപുരഞ്ജനപുരീം നൃപ രുരുധർഭൗമഭോഗാഢ്യാം ജഗത് പന്നകപാലിതാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയ പോലെ നല്ല ശക്തിയോ ഉത്സാഹവും ഇല്ല. ആർക്ക്? നമ്മുടെ 5 തലയുള്ള സർപ്പത്തിന്. ജരത് പന്നകനായി എന്നാൽ വാർദ്ധക്യം ബാധിച്ചു. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ കാലകന്യകയ്ക്ക് ആക്രമിക്കാനും കീഴടക്കാനും അദ്ദേഹത്തിനെ പരിണയിക്കാനും ഒക്കെ വളരെ എളുപ്പത്തിൽ സാധിച്ചു. അതിനിടയിൽ ഈ ഗന്ധർവ രാജാവ് ചണ്ഡവേഗൻ അതിശക്തമായിട്ട് ആക്രമിച്ചു. അപ്പോൾ ഓരോ നഗരത്തിൻ്റെ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ തകരാൻ തുടങ്ങി. കൊട്ടാരത്തിൻ്റെ നവമുഖി എന്ന കൊട്ടാരത്തിൻ്റെ ഓരോരോ ഭാഗമായിട്ട് ഇങ്ങനെ പൊളിയാൻ തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ തന്നെ ഇതിങ്ങനെ തകർന്ന് തരിപ്പണമാവുന്ന ഇദ്ദേഹം കാണുന്നുണ്ട്. അപ്പം ഇനിയും ഈ ഒരു കൊട്ടാരത്തിൽ താമസിക്കുന്ന അർത്ഥമെല്ലാം തോന്നി. ഹാതും പ്രചക്രമേ രാജ താം പുരീം അനികാമത. അങ്ങനെ കാവൽക്കാരനായിട്ടുള്ള പാമ്പ് യുദ്ധത്തിൽ തോറ്റു. ആ നവമുഖി എന്ന ദിവ്യസൗധം നിലംപതിച്ചു. ആ നോട്ടക്കാരനും എല്ലാവരും പ്രജാനാശം എന്നുള്ള ആ ഒരു ജോലി വഹിക്കുന്ന മൃത്യുദേവൻ അവിടെ വന്നു. പുരഞ്ജന രാജാവിനെ കഴുത്തിന് പിടിച്ചു തൂക്കി ഒരൊറ്റ ഏറ് പുറത്തേക്ക് അതികഠിനമായിട്ട് ശിക്ഷിച്ചു. ഈ സമയത്തൊന്നും ഈ ഒരു അത്യന്ത കഷ്ടകാലം അനുഭവിക്കുമ്പോൾ പോലും താൻ ഏതൊരു സുഹൃത്തിനെയാണോ വിട്ടുപിരിഞ്ഞത് ആ അവിജ്ഞാതൻ എന്ന സുഹൃത്തിനെ ഓർത്തില്ല. അപ്പോഴും ഇത്രയും ദുരന്തം അനുഭവിക്കുമ്പോഴും അതിനിടയിൽ പുരഞ്ജനി തന്നെ വിട്ടുപോയി. പുരഞ്ജനൻ തന്നെ കൊട്ടാരം വിട്ടു. പലതരത്തിലുള്ള ആക്രമണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം ഓർക്കുന്നത് അപ്പോഴും പുരഞ്ജനിയെ കുറിച്ചാണ്. ഇത്രയും കഷ്ടതകൾ അനുഭവിക്കുമ്പോഴും സ്വത്വാവശിഷ്ടം യത്കിഞ്ചിത് ഗ്രഹകോശ പരിച്ഛദം ദുഹിതൃ പുത്രപൗത്രാംശ ജാമിച്ച മാതൃപാർഷദാൻ. വേറെ ആരെയും ഓർത്തിട്ടില്ല. തൻ്റെ കുടുംബത്തിലെ ഭാര്യയും കുട്ടികളും അവർ ഞാൻ പോയാൽ അവരുടെ ഗതി എന്താവും? ഇതാണ് ചിന്തിക്കുന്നത്. ഒരു രോദനം തന്നെ കുറേ ശ്ലോകങ്ങൾ പുരഞ്ജന്റെ കരച്ചിലാണ്. അഹം മമേതി സ്വീകൃത്യ ഗൃഹേഷു കുമതിർഗൃഹി ദദ്ധ്യോ പ്രമദയാദീനോ വിപ്രയോഗ ഉപസ്ഥിതേ. ഞാൻ ഈ ലോകം വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഭാര്യ എന്തു ചെയ്യും? വർത്തിഷ്യതേ കഥം ത്വേഷ. ആ കുട്ടികളുടെ ഗതി എന്താവും? അവർ പിന്നെ എങ്ങനെ ഭക്ഷണം കഴിക്കും? അവർ നിത്യവൃത്തി എങ്ങനെ ചെയ്യും? ഇങ്ങനെ പലതും 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 ചിന്തിച്ചുകൊണ്ട് ഏവം കൃപണയാ ബുദ്ധ്യ ശോചന്തമദർഹണം ഗ്രഹീതും കൃതധീരേനം ഭയനാമാഭ്യപദ്യത പശുവത് യവനൈരേഷ നീയമാന. വെറും മൃഗത്തെ വലിച്ചെഴുതു കൊണ്ടുവന്ന പോലെ ഈ പുരഞ്ജനനെ പിടിച്ചു വലിച്ചു കെട്ടി അവര് കൊണ്ടുപോയി അത്യന്ത ക്ലേശങ്ങളൊക്കെ അനുഭവിപ്പിച്ചു. കുഠാരൈ ചിച്ഛിതു ക്രുദ്ധാഹ. കുഠാരമൊക്കെ പ്രയോഗിച്ചു. അദ്ദേഹത്തെ പലതരത്തിലും വേദനിപ്പിച്ചു. പല വേദനകളും അനുഭവിച്ചു. അങ്ങനെ പല കഠിനമായിട്ടുള്ള ശിക്ഷകളും അനുഭവിച്ചുകൊണ്ട് അങ്ങനെ പതിവ്രതയായ തൻ്റെ പുരഞ്ജനിയെ തന്നെ ചിന്തിച്ച് 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 പ്രാണൻ ഉപേക്ഷിച്ചു. അപ്പോൾ പ്രാണനെ ഉപേക്ഷിക്കുമ്പോൾ ആരെയായിരുന്നു ഓർത്തത്? പുരഞ്ജനിയെ ചിന്തിച്ചു. അങ്ങനെ ഒരു സ്ത്രീയെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് അടുത്ത ജന്മം ആരായിട്ട്? ഒരു സ്ത്രീയായിട്ട്. നമ്മുടെ മരണസമയത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അടുത്ത ജന്മം. അത് ഭാഗവതത്തിൽ നമുക്ക് ഇനിയും കാണാം. ഭരതന്റെ ചരിത്രമൊക്കെ കേൾക്കാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭാഗവതം ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുന്നത് അന്തേ നാരായണ സ്മൃതി. അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആദ്യം തന്നെ, തുടക്കം തന്നെ എങ്ങനെയാണ് ഭാഗവത ഉപദേശം തുടങ്ങുന്നത് തന്നെ പരീക്ഷിത്ത് ശ്രീശുഖ ബ്രഹ്മർഷി അന്തേ നാരായണ സ്മൃതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രാണൻ പോകുമ്പോഴേ ഭഗവാനെ ഓർക്കണം. ICUവിൽ കിടക്കുമ്പോഴാണ് ആരും ഓർക്കുന്നത്. അതുകൊണ്ടാണ് അതിന് അങ്ങനെ പേര് വന്നത് ICU. ഞാൻ ആരെ കാണുന്നു?
അപ്പോഴാണ് നമ്മൾ ആരെ കാണുന്നത്? അതുവരെ നമുക്ക് ഭഗവാനെ കാണാൻ സമയമില്ലല്ലോ, നമ്മൾ ബിസിയല്ലേ. അപ്പൊ ഇവിടെ അവളെ തന്നെ താമേവ മനസാ ഗൃഹൻ, താമേവ മനസാ ഗൃഹൻ, അവളെ തന്നെ മനസ്സിൽ ചിന്തിച്ച് 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 ബഭൂവ പ്രമദോത്തമ. പിന്നീട് ഒരു സ്ത്രീയായിട്ട് വിദർഭ രാജാവിൻ്റെ മകളായിട്ട് വൈദർഭി എന്ന പേരിൽ ജനിച്ചു. അനന്തരം വിദർഭസ്യ രാജസിംഹസ്യ വേശ്മനി ഉപയേമേ വീര്യപണാം വൈദർഭീം മലയധ്വജ. സ്വയംവരം നടന്നു. ആ സ്വയംവരത്തിലെ മലയധ്വജൻ എന്ന ദ്രവിഡ രാജാവാണ് അവളെ പരിണയിച്ചത്. അതൊരു വീരശുൽക്കായിരുന്നു, യുദ്ധത്തിലെ പരാക്രമത്തോടു കൂടിയിട്ട് ജയിച്ചതാണ്. അതാണ് അവിടെ പറഞ്ഞത് യുധി നിർജിത്ത രാജന്യാൻ. മറ്റ് രാജാക്കന്മാരെയൊക്കെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടാണ് അവളെ സ്വന്തമാക്കുന്നത്. അതിസുന്ദരിയായിട്ടുള്ള അവളെ സ്വന്തമാക്കി. അങ്ങനെ മലയധ്വജനും വൈദർഭിയും സുഖമായിട്ട് കഴിയുന്നു. കുട്ടികളൊക്കെ ഉണ്ടായി, ഒരു മകള്, അതുപോലെ തന്നെ 7 ആൺകുട്ടികൾ, സപ്തസുതാൻ, 7 കുട്ടികളുണ്ടായി. ഏകൈകസ്യ അഭവത് തേഷാം രാജൻ അർബുദം ഭോക്ഷ്യത്തെ. അവരൊക്കെ നല്ല മിടുമിടുക്കന്മാരായിട്ട് വളർന്നു. മകളെ അഗസ്ത്യ പ്രാഗ്ദുഹിതരമുപയേമേ, അഗസ്ത്യൻ പ്രണയിച്ചു. അതിൽ ദൃഢച്യുതൻ എന്ന പുത്രനുണ്ടായി. ആ ദൃഢച്യുതന് പിന്നെ ഇദ്മവാഹൻ എന്ന പുത്രനുണ്ടായി. ഭൂമിയൊക്കെ മക്കൾക്കായിട്ട് അപ്പം തന്നെ വിഭജിച്ചു കൊടുത്ത് സർവസംഘ പരിത്യാഗിയായിട്ട് മലയധ്വജൻ വനത്തിലേക്ക്. അങ്ങനെയാണല്ലോ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ. അവരവരുടെ ചുമതലകളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കസേരയിൽ തൂങ്ങിയിരിക്കില്ല. മക്കളായി, മക്കൾക്ക് പ്രാപ്തി വന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവർക്ക് രാജ്യമൊക്കെ കൊടുത്തിട്ട് എല്ലാം ഉപേക്ഷിച്ച് പോകും. അത് ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സർവസംഘ പരിത്യാഗികളായിട്ട് എവിടെയെങ്കിലും ചെന്നൊരു ആശ്രമത്തിലോ ഹിമാലയത്തിലോ, മിക്കവാറും പലരും ബദരികാശ്രമത്തിലേക്കാണ് പോവുക. അവിടെ ചെന്ന് തപസ്സനുഷ്ഠിച്ചിട്ട് മുക്കുകയും. ഭാഗവതത്തിൽ നിങ്ങൾക്ക് 100 കണക്കിന് കഥകൾ കാണാം. കഥകളല്ലാതൊന്നും, ഒക്കെ ചരിത്രങ്ങളാണ്. സ്വാമിജി പറഞ്ഞില്ലേ, ഭഗവത്ഗീത ചരിത്രമാണ്, മഹാഭാരതം ചരിത്രമാണ്. അതുപോലെ തന്നെയാണ് ഇത്. അപ്പൊ ചരിത്ര വസ്തുതകളാണിതെല്ലാം. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു, സകലതും ഉപേക്ഷിച്ചിട്ട് നേരെ കാട്ടിലേക്ക് ഭഗവത് പരായണനായിട്ട് അങ്ങോട്ട് മാറി. അപ്പോ പതിവ്രതയായ ആ വൈദർഭി അദ്ദേഹത്തെ അനുഗമിച്ചു. ഹിത്വാ ഗൃഹാൻ സുതാൻ ഭോഗാൻ വൈദർഭീ മതിരക്ഷണ അന്വധാവത പാണ്ഡ്യേശം ജ്യോത്സ്നേവ രചനീകരം. എങ്ങനെയാണ് ചന്ദ്രനെ നിലാവ് അനുഗമിക്കുന്നില്ലേ, അതുപോലെ എന്നാ പറഞ്ഞത്. ജ്യോത്സ്നേവ രജനീകരം, അതുപോലെ എപ്പോഴും നിഴല് പോലെ കൂടെ ഉണ്ടാവും. പതിവ്രതകൾ അങ്ങനെയാണ്. ഭർത്താവ് പോയപ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ചു. കാട്ടിൽ ചെന്ന് നല്ല അതിപുണ്യസ്ഥലത്താണ് പോയത് കേട്ടോ. പുണ്യസ്ഥലത്തേക്കാണ് എത്തിച്ചേർന്നത്. അവിടെ മന്ദരകുലാചലത്തില് ചന്ദ്രവസ, താമ്രപർണി, വടോദക പുണ്യനദികൾ, ആ പുണ്യനദികളൊക്കെയുള്ള സമ്മേളിച്ചിരിക്കുന്ന തത് പുണ്യസലിലൈ നിത്യമുഭയത്രാത്മനോ മൃജന് കന്ദാഷ്ടിഭിർമൂലഫലൈ. അങ്ങനെ കിഴങ്ങും അതും ഇതൊക്കെ കഴിച്ചുകൊണ്ട് അവരങ്ങനെ അവിടെ കഴിഞ്ഞു. കൊട്ടും തപസ്, വെയിലും മഴയും മഞ്ഞും ഒക്കെ സഹിച്ചുകൊണ്ട് സ്ഥാണുരിവ എന്ന് പറഞ്ഞ വെറും ഒരു തൂണ് പോലെ ഏകത്ര ദിവ്യം വർഷശതം സ്ഥിര വാസുദേവേ ഭഗവതി. വേറെ ഒരു ചിന്തയുമില്ല, ഭഗവദ്രതി മാത്രം. അങ്ങനെ രാവും പകലും കഠോര തപസ്സനുഷ്ഠിച്ചു. അദ്ദേഹത്തിന് തോന്നി ഇനി ഈ ദേഹം അങ്ങോട്ട് ഉപേക്ഷിക്കാം എന്ന് തോന്നി. ഏതോ ഒരു നിമിഷത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഇരുത്തത്തിൽ തന്നെ അദ്ദേഹം പ്രാണനെ ഇങ്ങോട്ട് ഉപേക്ഷിച്ചു. അറിഞ്ഞില്ല, വൈദർഭി അറിഞ്ഞതേയില്ല. വീണ്ടും അദ്ദേഹത്തെ പരിചരിക്കുക. അദ്ദേഹം മരിച്ചു, അദ്ദേഹം പ്രാണനെ ഉപേക്ഷിച്ചു പോയി. അറിയാതെ അജാനതി പ്രിയതമം യദോ പരതമംഗന സുസ്ഥിരാസനമാസാദ്യ യഥാപൂർവമുപാചരത്. മരിച്ചിട്ടും പഴയതുപോലെ അദ്ദേഹത്തെ പരിചരിച്ചു.
പക്ഷേ ഒരു ദിവസം കാൽക്കൽ അങ്ങ് നമസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമസ്കരിച്ചപ്പോഴാണ് എപ്പോഴുമുള്ള ആ കാലിൻ്റെ ചൂട് ഇല്ല, തണുത്തിരിക്കുന്നല്ലോ. ദേഹം എന്താണ് ഇങ്ങനെ തണുത്തിരിക്കുന്നത്? യഥാ നോപലഭേദ ആഘ്ര ഊഷ്മാണം പത്തിരർച്ചതി ആസി സംവിഘ്ന ഹൃദയ. അപ്പോഴാണ് മനസ്സിലായത് ഭർത്താവ് ദേഹത്തെ ഉപേക്ഷിച്ചു എന്ന് മനസ്സിലായത്. കുറേ കരഞ്ഞു. ഒന്ന് എഴുന്നേൽക്കുമെന്നൊക്കെ പറഞ്ഞു നോക്കി. ഉത്തിഷ്ഠോത്തിഷ്ഠ രാജർഷേ ഇമാമുദതി മേഖലാം ദസ്യുഭ്യ ക്ഷത്രബന്ധുഭ്യോ ബിഭ്യതീം പാതുമർഹസി. രാജർഷി എഴുന്നേൽക്കൂ, ഈ ഭൂമി മുഴുവൻ അങ്ങയുടേതാണ്, സാമ്രാജ്യം പരിപാലിക്കേണ്ട ആളാണ് എന്നൊക്കെ പറഞ്ഞു കുറേ കരഞ്ഞു പറഞ്ഞു നോക്കി. ഇല്ല, മനസ്സിലായി രക്ഷയില്ല എന്ന് മനസ്സിലായി. ഉടനെ തന്നെ ഒരു ചിത ഒരുക്കി. ആ ചിതയിലേക്ക് ഭർത്താവിൻ്റെ ദേഹം എടുത്തു വെച്ചു. ചിതിം ദാരുമയും ചിത്വാ തസ്യാം പത്യുക്കളേവരം ആദീപ്യ. ആ ചിത അങ്ങോട്ട് ജ്വലിപ്പിച്ചിട്ട് ആ ചിതയിലേക്ക് എടുത്തു ചാടുക. എടുത്തു ചാടുന്ന സമയത്താണ് നിൽക്കൂ നിൽക്കൂ. ആരാ? തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ബ്രാഹ്മണൻ. ആരാണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ഇങ്ങനെ വൈദർഭി അന്തം വിട്ട് നോക്കുക. ഇതാരാ? ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇതാരാണെന്ന് അങ്ങോട്ട് ഇങ്ങനെ സംശയിച്ച് ചിന്തിക്കുമ്പോൾ ആ വിദ്വാൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, കാത്വം കസ്യാസി കോവായം ശയാനോ യസ്യ ശോചസി. നീ ആരാണ്? ഈ കിടക്കുന്നതിൻ്റെ ആരാ? നീ ആരെക്കുറിച്ച് ഓർത്തിട്ടാണ് ഇങ്ങനെ ഈ പൊട്ടി പൊട്ടി കരയുന്നത്? എന്നെ ഓർക്കണ്ടോ? എവിടെ ഓർക്കാൻ? ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. എവിടെയെങ്കിലും ഒരു കണ്ട പരിചയം തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പി സ്മരസിജാത്മാനം. അവിജ്ഞാതൻ എന്ന് പേരായിട്ടുള്ളൊരു സുഹൃത്തിനെ ഓർമ്മയുണ്ടോ? അവിജ്ഞാത സഖം സഖേ ഹിത്വാ മാം പദമന്വിച്ഛൻ ഭൗമ ഭോഗരതോഗത. ഓർമ്മയുണ്ടോ? ഒന്നിച്ചായിരുന്നില്ലേ നമ്മള്? ഭൗമഭുഗ സുഖഭോഗങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നീ എന്നെ വിട്ട് ഉപേക്ഷിച്ച് പോയതല്ലേ? രണ്ടുപേരും നമ്മള് ഹംസങ്ങളായിരുന്നില്ലേ? മറന്നുവല്ലേ? സത്വം വിഹായമം ബന്ധോ ഗതോ ഗ്രാമ്യമതിർമഹീം. വെറും തുച്ഛ സുഖത്തിന് വേണ്ടിയിട്ടല്ലേ ഭൂമിയിലേക്ക് പോയത്? ഓർക്കണില്ലേ? എവിടെയൊക്കെയോ സഞ്ചരിച്ച് പല പല കൊട്ടാരത്തിലൊക്കെ താമസിച്ച് തരുണിമണികളുടെ കൂടെയൊക്കെ സുഖമായിട്ട് കഴിഞ്ഞു അല്ലേ? എടോ, ഒരു കാര്യം പറയാം. എന്താ? നത്വം വിദർഭദുഹിത. നീ വിദർഭ രാജാവിൻ്റെ മകളും അല്ല, ഈ കിടക്കുന്ന ആള് നിന്റെ ഭർത്താവും അല്ല. നത്വം വിദർഭദുഹിത നായം വീരസുഹൃത്തവ നപതിസ്ത്വം പുരഞ്ജന്യ രുദ്ധോ നവമുഖേയ. പുരഞ്ജനയുടെ ഭർത്താവും ആയിരുന്നില്ല, പുരഞ്ജനായിരുന്നില്ല നീ. അതും ആയിരുന്നില്ല. ഇതൊക്കെ മായാഹേഷാമയാ സൃഷ്ട. ഇതൊക്കെ എൻ്റെ വെറും മായ മാത്രമാണ്. അതിലാണ് നീ മയങ്ങിപ്പോയത്. ഞാനും നീയും ഒന്നാണ്. അഹം ഭവാന്ന ചാന്യസ്ത്വം ത്വമേവാഹം വിചക്ഷുഭോ. നമ്മൾ രണ്ടുപേരും ഭിന്നരല്ല, ഒന്നു തന്നെ. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിംബവും പ്രതിബിംബവും പോലെ. ബിംബപ്രതിബിംബങ്ങളല്ലേ നമ്മള്. നന്നോ പശ്യന്തി കവയഃ ഛിദ്രം ജാതുമനാഗപി. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും എന്നെ തിരിച്ചറിയൂ, വരൂ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ആ മാനസഹംസം ഈ ഹംസത്തെയും കൂട്ടി രണ്ട് ഹംസങ്ങളായിട്ട് മാനസ സരസിലേക്ക് പറന്ന് പോയി. നാരദരുടെ നാടോടി കഥ കഴിഞ്ഞു. അപ്പോൾ കഥ കേട്ടുകൊണ്ടിരുന്ന പ്രാചീന പറയസ്, ഇപ്പം നിങ്ങളിങ്ങനെ അന്തം വിട്ടിരിക്കുന്നില്ലേ, അതുപോലെ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ കുന്തം പോലെ ഇരിക്കുക. എന്തോ ഒരു പിടിയും കിട്ടുന്നില്ല, കഥ കഴിഞ്ഞു എന്നും പറയുന്നു. അപ്പോൾ പ്രാചീന പറയസ് ചോദിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പ്രാചീന പറയസ് പറഞ്ഞു, കഥ മനസ്സിലായി, നല്ല കഥ
അല്ലേ? വല്ല സീരിയലുകാരോ മറ്റോ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5-8 കൊല്ലം ആഘോഷിക്കും അല്ലേ? നമ്മളത് സന്ധ്യാനാമത്തിന് പകരം അത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷെ അതല്ലല്ലോ, ആ കഥയല്ല ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. ഭഗവന്തേ വചോസ്മാഭി ന സമ്യഗവഗമ്യത്തെ. അങ്ങ് പറഞ്ഞ കാര്യങ്ങള് കഥ കേട്ടു, പക്ഷേ എന്താണത് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല. കവയസ്തദ്വിജാനന്തി. പണ്ഡിതന്മാർ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം, ഞങ്ങളങ്ങനെയല്ലല്ലോ. കർമ്മമോഹിത, വെറും കർമ്മഠന്മാർക്ക് ഇതെങ്ങനെ മനസ്സിലാവും? അപ്പൊ നാരദര് പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരിയാ, ഞാനൊരു കഥ പറഞ്ഞു എന്നേ ഉള്ളൂ, കഥയല്ല ഇത്, കാര്യമാണ്. ഈ കഥയിലെ ഓരോ കഥാപാത്രവും നമ്മൾ തന്നെയാണ്. ആസീത് പുരഞ്ജനോ നാമ അല്ലേ? ഇനിയിപ്പോൾ ഈ ഇത്രയും സമയമായിട്ട് പറഞ്ഞ കഥ ഒന്ന് റിവൈൻഡ് ചെയ്യുക എല്ലാവരും. തുടക്കത്തിലേക്ക്, ആ കഥയിലേക്ക് മുഴുവൻ പോവുക. കഥയിലത്തെ എല്ലാ കഥാപാത്രങ്ങളും ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയില്ല എല്ലാവർക്കും? ഉണ്ട്. ആദ്യം ആരാ? പുരഞ്ജനൻ. പുരം ജനയതി ഇതി പുരഞ്ജന. അവരവരുടെ പ്രാരബ്ധത്തിനനുസരിച്ച് പുതിയ പുതിയ ശരീരങ്ങളെ ഉണ്ടാക്കുന്ന, സ്വീകരിക്കുന്ന ജീവൻ. നമ്മൾ ആ ജീവാത്മാവാണ് ആര്? പുരഞ്ജനൻ. പിന്നാരാ? സുഹൃത്തില്ലേ? ആര്? അവിജ്ഞാതൻ. അതാരാ? കൂടെ ഒന്നിച്ചായിരുന്നു അവര്, ഒന്നിച്ചായിരുന്നു. ബിംബപ്രതിബിംബങ്ങളാണെന്നാ പറഞ്ഞ് അല്ലേ? അപ്പൊ നമ്മുടെ കൂടെ ബിംബപ്രതിബിംബം എന്ന് പറയാൻ ആരാ? ഈശ്വരൻ, പരമാത്മാവ്. എപ്പോഴും നമ്മുടെ കൂടെ ഒരാളെ കാണത്തുള്ളൂ. ഇപ്പൊ ചിലപ്പോൾ ഭാര്യയില്ലോ ഭർത്താവോ കുട്ടികളോ എന്നൊക്കെ പറയും, ഒക്കെ വെറുതെയാ. എല്ലാ സമയത്തും നമ്മുടെ കൂടെ ആരേ ഉണ്ടാവുള്ളൂ? നമ്മുടെ പ്രതിബിംബമല്ല, നമ്മുടെ ബിംബമായിട്ട് നമ്മളാണ് പ്രതിബിംബം. ബിംബമായിട്ട് ആരാണ്? ഈശ്വരനാണ്. അപ്പൊ അവിജ്ഞാതൻ ആരാ? ഈശ്വരൻ. കാരണം നമുക്ക് പ്രത്യേകിച്ച് അഡ്രസ്സും ഫോൺ നമ്പറും ഉണ്ടോ? ഭഗവാന്റെ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. എന്താ വിശേഷിപ്പിക്കുക? അറിഞ്ഞുകൂടാ. എവിടെയാ താമസം? അതും പ്രത്യേകിച്ചൊന്നും അറിഞ്ഞുകൂടാ. ഒരു അഡ്രസ്സും ഇല്ല. അവിജ്ഞാതനാണ്. പിന്നെ പല 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 കെട്ടിടങ്ങളിലും താമസിച്ചു. അതേതൊക്കെയാ? അതാണ് പല പല ജന്മങ്ങള്. പട്ടിയായിട്ടും പൂച്ചയായിട്ടും പെരിച്ചാഴിയായിട്ടും എത്രയോ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ്, അതിലൊന്നും തൃപ്തി വന്നില്ല. അപ്പോഴാണ് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗം. ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ വ്യക്തമാണ് അല്ലേ? ഭാരതം. ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗം ഏതാ? ഭാരതം. അപ്പോൾ ഭാരതത്തില് ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യജന്മം അതാണ് ആ നവമുഖി. നമ്മുടെ മനുഷ്യ ശരീരമാണ് 9 ദ്വാരങ്ങളോട് കൂടിയ നവമുഖി എന്ന കൊട്ടാരം. 2 വാതിൽ തുറന്നാൽ ലോകം മുഴുവൻ കാണാമെന്ന് പറഞ്ഞില്ലേ? അതെന്താ? അത് 2 കണ്ണുകള്, ഇങ്ങനെ പല പല ദ്വാരങ്ങള്, ഡ്രൈനേജ് പക്ക എന്നൊക്കെ പറഞ്ഞില്ലേ? കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലായിട്ട് റൂഫ് ടോപ്പ് ഗാർഡൻ പറഞ്ഞ ഓർമ്മയില്ലേ? റൂഫ് ടോപ്പ് ഗാർഡൻ പറഞ്ഞില്ലേ? അപ്പോ ഒക്കെ ഇത് തന്നെ. അവിടെ താമസായി അല്ലേ? സുന്ദരിയെ കണ്ടില്ലേ? ആരാ സുന്ദരി? പുരഞ്ജനി. ബുദ്ധി അല്ലേ? നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആരാണ്? ബുദ്ധിയല്ലേ നമ്മളെ നയിക്കുന്നത് അല്ലേ? ബുദ്ധിന്തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേ വച്ച. ബുദ്ധിയാണ് നയിക്കുന്നത്. ആ ബുദ്ധിക്ക് അടിമപ്പെട്ടിട്ടാണ് നമ്മൾ. കളിക്കുരങ്ങനെ പോലെ ആ ബുദ്ധിയുടെ തൊട്ട് ചുറ്റുമായിട്ട് 10 പേരുണ്ടായിരുന്നു അല്ലേ? 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. അതാണ് 5 ദാസന്മാരും 5 ദാസിമാരും. അവരാണല്ലോ നയിക്കുന്നത്. ഓരോ 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 ഇന്ദ്രിയങ്ങളിലേക്ക് നമ്മളെ പിടിച്ച് വലിക്കുകയല്ലേ? അതാണ് ആ 10 പേര്. പിന്നെ 5 തലയുള്ള സർപ്പം. അതാരാ? പ്രാണൻ, പഞ്ചപ്രാണൻ. പ്രാണനല്ലേ ശരിക്കും ഈ ശരീരത്തെ നിലനിർത്തുന്ന? ആരാ? പ്രാണനല്ലേ? അതാണ് ആ കൊട്ടാരത്തിന്റെ രക്ഷ, കാവൽക്കാരനായിട്ട് ആരായിരുന്നു? ആ 5 തലയുള്ള സർപ്പം, പഞ്ചപ്രാണൻ. അങ്ങനെ ആ ബുദ്ധിക്ക് അടിമപ്പെട്ടുകൊണ്ട് അതിലെങ്ങനെ കഴിയാണ് എത്രയെത്ര കാലം.
അതിനിടയിൽ കാണുന്നൊരു സ്വപ്നം കണ്ടു. അതാണ് നായാട്ടായിട്ട് പറഞ്ഞത്. നായാട്ടിന് പോയി എന്ന് പറഞ്ഞില്ലേ അല്ലേ? നായാട്ടിന് പോയി എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്വപ്നാവസ്ഥയാണ്. നമ്മൾ സ്വപ്നാവസ്ഥയിൽ ഭാര്യയെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു അല്ലേ? നായാട്ടിന് പോകുമ്പോൾ ഭാര്യ ആരാണെന്ന് പറഞ്ഞേ? ബുദ്ധി പ്രവർത്തിക്കുമോ? സ്വപ്നത്തിൽ ബുദ്ധി പ്രവർത്തിക്കുമോ? ഇല്ല അല്ലേ? സ്വപ്നത്തിൽ ലോട്ടറി അടിക്കാറില്ലേ? ഇല്ലേ? ലോട്ടറി അടിച്ച് ഹോണ്ട സിറ്റി കാറിൽ ഇങ്ങനെ ഗുരുവായൂർ പോയിട്ട് പൂജ തൊഴുന്നതൊക്കെ അല്ലേ? അതൊക്കെ ബുദ്ധി പ്രവർത്തിക്കില്ല. അതുകൊണ്ടാണ്. അതാണ് സ്വപ്നാവസ്ഥയാണ് പറഞ്ഞത്. സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ആ നായാട്ടും ആ ഇന്ദ്രിയവൃത്തി ഇതൊക്കെ നമ്മൾ കാണുകയാണ്. അതിനിടയിൽ അങ്ങനെ നമ്മൾ ഈ ഒരു സുഖഭോഗത്തിൽ ലയിക്കുമ്പോൾ, ബുദ്ധിക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും ആ അവിജ്ഞാതനെ ഓർക്കുന്നില്ല അല്ലേ? അതാരാ? ഈശ്വരനെ ഓർക്കണില്ല. ഈശ്വരനെ മറക്കുക നമ്മളെ. നമുക്ക് ഓർക്കാൻ പല 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 കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈശ്വരനെ ഓർക്കാൻ നമുക്ക് സമയമില്ല. അതങ്ങനെ അടിമപ്പെട്ട് കഴിയുന്നതിനിടയിലാണ് പിറകിലൂടെ വന്ന് മാലയിട്ടു. ആര്? കാലകന്യ. വാർദ്ധക്യം വരുന്ന ആർക്കും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ടാണ് പിറകിലൂടെ വന്ന് മാലയിട്ടു എന്ന് പറഞ്ഞത്. അങ്ങനെ വാർദ്ധക്യം വന്നു. ചണ്ഡവേഗന്റെ ആക്രമണം. ചണ്ഡവേഗം എന്ന് പറഞ്ഞാരാ? കാലത്തെയാണ് ഇവിടെ ചണ്ഡവേഗം എന്ന് പറഞ്ഞത്. ആ ചണ്ഡവേഗൻ കാലം വന്ന് ആക്രമിക്കുക. ആ ചണ്ഡവേഗന്റെ കാലത്തിന്റെ ആക്രമണത്തിൽ പെട്ടിട്ടാണ് അവസാനം കൊട്ടാരം തകരുകയാണ്. കൊട്ടാരം തകരുന്നു മാത്രമല്ല, ആ വാർദ്ധക്യത്തില് ആര് പുറത്ത്? ബുദ്ധി പുറത്ത്. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ 60, 70, 80 കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി പ്രവർത്തിക്കുമോ? ബുദ്ധി പുറത്ത്. പിന്നെ ഏതിനടിമയായി? കാലകന്യകയ്ക്ക് അടിമയായി, വാർദ്ധക്യത്തിന് അടിമയായി. അങ്ങനെ നോക്കി നിൽക്കെ ആ കൊട്ടാരം തകർന്നടിയുന്നു. അതാണ് ഈ ശരീരം അങ്ങനെ തകരുന്നു. അവസാന ക്ഷണത്തിൽ ആരെ ഓർത്തോ അതിനനുസരിച്ച് ഭാവോഹി ഭവ കാരണം. ദശമസ്കന്ധത്തിൽ പറയില്ലേ? ഭാവോഹി ഭവ കാരണം. നമ്മുടെ ഭാവമാണ് നമ്മുടെ ജന്മത്തെ നിശ്ചയിക്കുന്നത്. പെണ്ണിനെ തന്നെ ചിന്തിച്ച് പെണ്ണായിട്ട് ജനിക്കും. അങ്ങനെ പെണ്ണായി. പക്ഷെ എന്തുണ്ടായി? ഒരു ഗുണം കിട്ടി. മലയധ്വജൻ എന്ന ദ്രവിഡ രാജാവിനെ കിട്ടി. എന്താ അത്? സജ്ജനം, ഭക്തൻ. ആ സജ്ജന സംസർഗം ഉണ്ടായി. ആ സജ്ജന സംസർഗം കൊണ്ട് ഒരു മകളുണ്ടായി. അതേത് മകളാ? അത് ഭക്തി. സജ്ജന സംസർഗം കൊണ്ടുണ്ടായ മകളാരാണ്? ഭക്തി. ഈശ്വര ചിന്തനം, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം. 7 പേര് ആൺകുട്ടികൾ. അങ്ങനെയുള്ള ആ സംസർഗത്തിലൂടെ, സജ്ജന സംസർഗത്തിലൂടെ, സത്സംഗത്തിലൂടെ, ഭക്തിയിലൂടെ ആരെയാണോ മറന്നത് ആ സുഹൃത്ത് അല്ലേ? അതാരാ? അവിജ്ഞാതൻ. ആ അവിജ്ഞാതൻ തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ എല്ലാം മറന്നുവെങ്കിലും പിന്നീടുള്ള നമ്മുടെ ഭക്തിയിലൂടെ, വിശ്വാസത്തിലൂടെ, ശ്രദ്ധയിലൂടെ, സത്സംഗത്തിലൂടെ തിരിച്ച് ഭഗവാനിലെ രതി ഉണ്ടാകുന്നു. ആ രതി എപ്പോഴാണോ പൂർണ്ണമാകുന്നത്, അപ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് നമ്മളോട് പറയാണ്, ഞാനും നീയും ഒന്നാണ്, നമ്മളൊന്നാണ്, നമ്മൾ ഒന്നിച്ചിരുന്നവരാണ്, വരൂ നമുക്ക് ഒന്നിച്ചു പോകാം എന്ന് പറഞ്ഞ് എവിടെ നിന്നാണോ, ഏതൊരു ഈശ്വരനിൽ നിന്നാണോ, ഏതൊരു പരമാത്മാവിൽ നിന്നാണോ വന്നത്, തിരിച്ച് ആ പരമാത്മാവിലേക്ക് തന്നെ എത്തിച്ചേരുകയാണ് ഒരു ജീവൻ. അതാണ് യഥാർത്ഥത്തിൽ ഒരു ജീവന്റെ ഗതി എന്ന് പറയുന്നത്. അവിടെയാണത് സദ്ഗതി എന്ന് പറയാൻ സാധിക്കുന്നത്. അതിനിടയിൽ എത്രയോ ദുർഗതികൾ നമ്മൾ കണ്ടു പുരഞ്ജനന്റെ. പക്ഷെ അവസാനം എപ്പോഴാണോ ഭക്തനുമായിട്ട്, സജ്ജനായിട്ട് സമ്പർക്കമുണ്ടാകുന്നത്, സത്സംഗമുണ്ടാകുന്നത്, അതിലൂടെ ഭക്തി, ആ ഭക്തിയിലൂടെ തിരിച്ച് പരമാത്മ ചൈതന്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം. നമ്മളൊക്കെ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ശ്രേഷ്ഠമായിട്ടുള്ള ഭാരതത്തിൽ മനുഷ്യജന്മം ലഭിച്ചിവിടെ വന്നിട്ടുള്ളത്. അത് സഫലമാക്കേണ്ട നമ്മുടെ ചുമതലയാണ്. പുരഞ്ജനന്റെ
ആദ്യത്തെ ഒരവസ്ഥയിലാണ് നമ്മൾ. ഇങ്ങനെ മതോന്മത്തരായിട്ട് കഴിയാണ്. ആരെ മറന്നുകൊണ്ട്? അവിജ്ഞാതനെ മറന്നുകൊണ്ട്. ആ അവിജ്ഞാതനെ മറന്നുകൊണ്ടുള്ള പുരഞ്ജനൻ്റെ അവസ്ഥയിലാണ്. അങ്ങനെ വന്നു പോകരുത്, അത് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. വെറും കാമ്യ കർമ്മങ്ങൾ ചെയ്ത് 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 കർമ്മഠനായി അധപ്പതിച്ചു പോയ പ്രാചീന ബർഹിസ് എന്ന വേദിഷത്ത് നാരദന്റെ ഈ ഒരു കഥാകഥനത്തിലൂടെ മാറി. നാരദൻ കഥ പറഞ്ഞു നിർത്തി, ശരി എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞു. പക്ഷെ എന്തൊരു പ്രഭാവം എന്ന് ആലോചിച്ച് നോക്കൂ. തപസ് ചെയ്തുകൊണ്ടിരുന്ന പ്രചേതസ്സുകൾ തിരിച്ചു വരാൻ പോലും കാത്തിരുന്നില്ല. അത്രയും വിരക്തനായി കഥ കേട്ടിട്ട്. കഥാശ്രവണത്തിലൂടെ പ്രാചീന ബർഹിസ് വിരക്തനായി എന്ന് മാത്രമല്ല, മന്ത്രിമാർക്ക് രാജ്യം ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മക്കൾ വരുമ്പോൾ ഇത് കൊടുത്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തപസ് ആ ഭഗവത് പരായണനായിട്ട് മാറി തപസ്സനുഷ്ഠിച്ചു. വിമുക്ത സംഘോനുഭജൻ ഭക്തിയാത സാമ്യതാമകാൽ. വിമുക്ത സംഘനായിട്ട് ഭഗവത് സാമ്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് ആ പുരഞ്ജനൻ്റെ കഥ, നാരദര് പാടിയ ആ പുരഞ്ജനൻ്റെ കഥ. അതിനിടയിൽ ഒരു ചോദ്യം കൂടി ചോദിച്ചു. ഈ കഥയൊക്കെ കഴിഞ്ഞ് കേട്ടതിന് ശേഷമാണ് ചോദിച്ചത്, നമ്മൾ ഏതൊരു ശരീരം സ്വീകരിച്ചിട്ടാണോ നമ്മൾ ഈ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്തത്, ആ ശരീരം നമ്മൾ മരിക്കുമ്പോൾ അവസാനിച്ചു. പിന്നെ ഈ യാതനകളൊക്കെ, നരകയാതനകളൊക്കെ അനുഭവിക്കുന്ന വേറൊരു ശരീരത്തിലല്ലേ. അപ്പോൾ പിന്നെ ഈ ചെയ്ത ശരീരം, ഈ ഇത്രയും പാപകർമ്മങ്ങളൊക്കെ ചെയ്ത ശരീരം ഒരു കഷ്ടത അനുഭവിക്കുന്നില്ലല്ലോ. കഷ്ടതകളൊക്കെ നരകയാതനകളൊക്കെ അനുഭവിക്കുന്ന വേറെ ശരീരമല്ലേ. അപ്പോൾ അതിന് മറുപടിയായിട്ട് നാരദര് പറഞ്ഞു, ക്ലേശങ്ങൾ, ഈ പാപകർമ്മങ്ങളൊക്കെ ചെയ്തതും അതുപോലെ തന്നെ നരകയാതനകൾ അനുഭവിക്കുന്നതും രണ്ടും ഏതല്ല? ഈ സ്ഥൂല ശരീരം അല്ല. ഈ പാപകർമ്മങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത് ഈ ബാഹ്യ ശരീരമല്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അനുഭവിക്കാൻ പോകുന്ന സകല യാതനകളും അനുഭവിക്കുന്നതും ഏതല്ല? ഈ ബാഹ്യ ശരീരമല്ല എന്നതിന് മറുപടിയും പറഞ്ഞു കൊടുത്തിട്ടാണ് സമാധാനിപ്പിച്ച് നാരദര് യാത്രയാകുന്നത്. അത് കഴിഞ്ഞ് തപസ്സനുഷ്ഠിച്ചിട്ട് അദ്ദേഹം മുക്തനായി എന്ന ഈ അധ്യാത്മപാരോക്ഷ്യമിതം മയാധിഗതമദ്ഭുതം ഏവം സ്ത്രീയാശ്രമപുംസ ഛിന്നോ മുത്രജ സംശയ. അധ്യാത്മപാരോക്ഷ്യം എന്നാണ് ഈ കഥയ്ക്ക് പേര്. നാരദര് പറഞ്ഞു കൊടുത്ത കഥ. രസകരമായിട്ട് നാരദര് രസികനായതുകൊണ്ട് ഒരു കഥ പറഞ്ഞു. കഥയല്ല, ആ കഥയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം ദുർലഭം മാനുഷം ജന്മ. വളരെ ദുർലഭമാണ് മനുഷ്യജന്മം. അത് പട്ടിയും പൂച്ചയും പെരിച്ചാഴയും ചെയ്യുന്നത് പോലെ ഉണ്ടും ഉറങ്ങിയും ഇണചേർന്നും അവസാനിപ്പിക്കാനുള്ളതല്ല. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം. അതും ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഭാരതത്തിൽ മനുഷ്യജന്മം തന്നത് നന്മ ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യജന്മം സാർത്ഥകമാക്കണം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ, പ്രാചീന ബർഹിസിനുള്ള ഓർമ്മപ്പെടുത്തലല്ല ഇത് നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിൽപ്രകാശരൂപനെ വണങ്ങണം. പൊൻചിലമ്പ് കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം.